ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. നവംബർ 29-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് കേരള ഗവൺമെന്റും അദാനി വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. 2028 ഫിനിഷ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വിഴിഞ്ഞം പോർട്ട് എവിടെയാണ് എന്നുള്ളതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. കഴിഞ്ഞ 2024 ഇന്ത്യയിലെ ഗ്രീൻഫീൽഡ് എയർപോർട്ടുകൾ ഏതൊക്കെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോർട്ടുകൾ, എയർപോർട്ടുകൾ തുടങ്ങിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വിഴിഞ്ഞം പോർട്ട് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കേരള ഗവൺമെന്റ് ഈ ഒരു അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 5 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ഒരു അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു ആർബിട്രേഷൻ, ഒരു എഗ്രിമെന്റിന്റെ മേലെ ഒരു ആർബിട്രേഷന് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീട് 2019 ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാത്തത് കാരണം അതിനുശേഷം ഈ ഒരു പ്രൊജക്ടിന്റെ ഫേസ് 2028 കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവാണ്. ഒറിജിനൽ ഡെഡ് ലൈൻ 2045 ആയിരുന്നു എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പൊ ഇതിൽ ഏകദേശം 10,000 കോടി രൂപയോളം ഈ ഒരു അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതുവഴി പോർട്ടിന്റെ കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 30 ലക്ഷം TEUs അത് നിലവിൽ 10 ലക്ഷമായിരുന്നു ഫേസ് 1, ഇത് 30 ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഓർത്തുക. ഈ ഒരു വിഴിഞ്ഞം പോർട്ട് എന്നുള്ളത് എവിടെയാണെന്ന് ഓർത്തുവെക്കാം. തിരുവനന്തപുരത്താണ്, കേരളത്തിലാണ് എന്ന് ഓർത്തുവെക്കുക. ഇതൊരു ഗ്രീൻ ഫീൽഡ് എയർപോർട്ട് ആണ്, ഗ്രീൻ ഫീൽഡ് പോർട്ട് ആണെന്ന് ഓർത്തുവെക്കുക. ഗ്രീൻ ഫീൽഡ് സീ പോർട്ട് ആണെന്ന് ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു വിഴിഞ്ഞം പോർട്ടിന്റെ പേരൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ അയൽ രാജ്യമാണ്, അവിടെ നടക്കുന്ന ഇഷ്യൂസ് നമ്മുടെ രാജ്യത്തെയും ബാധിക്കും. അപ്പോൾ മൈനോറിറ്റി റൈറ്റ്സിനെതിരെ ബംഗ്ലാദേശിൽ നടക്കുന്ന, മൈനോറിറ്റി റൈറ്റ്സിന് വേണ്ടിയിട്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ കുറിച്ചാണ് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബ്രീഫ് ആയിട്ട് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ബംഗ്ലാദേശിൽ ഈ ഒരു ചിന്മോയ് ദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, അദ്ദേഹത്തിന്റെ അറസ്റ്റിനെതിരെ വലിയ പ്രൊട്ടസ്റ്റ് ആണ് നടക്കുന്നത്. അദ്ദേഹം ഒരു ഹിന്ദു മോങ്ക് ആണ്, ഒരു സന്യാസിയാണ്. പ്രത്യേകിച്ചും അതുപോലെ തന്നെ ഒരു ലോയറുടെ ഡെത്തിലേക്കുമൊക്കെ ക്ലാഷുകൾ കാരണമായിട്ടുണ്ടെന്ന് ഓർത്തുവെക്കണം തന്നെ. അപ്പോൾ ഈ ഒരു സനാതനി ഹിന്ദുസ് ഗ്രൂപ്പ്, അവരാണ് ഈ ഒരു റിലീജിയസ് മൈനോറിറ്റീസിന്, അവിടുത്തെ ഹിന്ദുസ് ആയിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ബുദ്ധിസ്റ്റ് ആയിക്കോട്ടെ, ഈ ഒരു മൈനോറിറ്റി ഗ്രൂപ്പുകൾക്ക് സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 2000-ലധികം ഇൻസിഡന്റുകൾ ഈ ഒരു മൈനോറിറ്റീസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബംഗ്ലാദേശിലേക്ക് നടക്കുന്നുണ്ടെന്നും അതിൽ ഏകദേശം 9 ആൾക്കാർ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു അവാമി ലീഗ് പാർട്ടിയുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടാണ് ഇതിനെ പറയുന്നത് എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ചിന്മോയ് ദാസ് എന്ന് പറയുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ട മോങ്ക്, അദ്ദേഹം ഇസ്കോണുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഒരു ഇസ്കോൺ എന്ന് പറയുന്നത് ഈ ഒരു ഹിന്ദു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മൈനോറിറ്റി പെർസിക്യൂഷനെതിരെ സ്പീഡായിട്ടുള്ള ട്രയലുകൾ നടത്തണമെന്നും, അല്ലെങ്കിൽ മൈനോറിറ്റികളെ ആക്രമിച്ചവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും, മൈനോറിറ്റി പ്രൊട്ടക്ഷൻ ലോ പാസ്സാക്കണമെന്നും, ഒരു മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്ട്രി വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതുപോലെ തന്നെ ദുർഗാ പൂജ ഹോളിഡേയ്സ് 5 ദിവസം വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അല്ലെങ്കിൽ സമരം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്ന് ഓർത്തുവെക്കണം തന്നെ. നിലവിൽ ബംഗ്ലാദേശിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് ആണ്, മുഹമ്മദ് യൂനിസ് ആണ് അതിന് നേതൃത്വം നൽകുന്നതായിട്ടുള്ളത്. പക്ഷേ ഈ ആവശ്യങ്ങളോടൊന്നും തന്നെ നിലവിൽ ഗവൺമെന്റ് അനുകൂലമായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. അതിനു പകരം പ്രൊട്ടസ്റ്റുകളെ അടിച്ചമർത്താനുള്ള ശ്രമമാണുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ചിന്മോയ് ദാസിനെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഒരു നാഷണൽ ഫ്ലാഗ് അല്ലാതെ സാഫ്രോൺ ഫ്ലാഗ് ഉയർത്തിയതിനെതിരെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയും ചെയ്തിരിക്കുന്നു എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുകൾക്കെതിരെയും വലിയ അടിച്ചമർത്തലുകൾ നടക്കുന്നുണ്ട്. ഓപ്പോസിഷൻ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് ലീഗ് പാർട്ടി എന്നുള്ള നേതാക്കൾക്കെതിരെയും നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യ മൈനോറിറ്റീസിനെ സംരക്ഷിക്കണം എന്നുള്ളൊരു ആവശ്യം ബംഗ്ലാദേശിന്റെ
മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ബംഗ്ലാദേശിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഇന്ത്യയെയും ബാധിക്കും, ഇന്ത്യയുടെ ബോർഡർ ഏരിയാസിലേക്ക് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ മൈനോറിറ്റി റൈറ്റ്സ് സംരക്ഷിക്കണമെന്നും പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഓർത്തു വെക്കണം. അതേസമയത്ത് ബംഗ്ലാദേശ് ഫോറിൻ മിനിസ്ട്രി ആവട്ടെ ഇന്ത്യ ഇതില് തെറ്റായിട്ടുള്ള രീതിയിലാണ് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇന്ത്യയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിട്ടുള്ളതെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ചാനൽസിനെ കുറെ കൂടി സ്ട്രെങ്തൻ ചെയ്യും. ബംഗ്ലാദേശുമായി ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് ചർച്ചകൾ ചെയ്ത് മൈനോറിറ്റികളുടെ അവകാശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ റിലീജിയസ് ഫ്രീഡം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കേണ്ടതാണ് എന്നാണ് എഡിറ്റോറിയൽ പറയുന്നതെന്ന് കൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഒരു സിറ്റിസൺ രജിസ്ട്രി ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. നാഷണൽ പോപ്പുലേഷൻ സിറ്റിസൺ രജിസ്ട്രിയുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് 2025 സെൻസസോടുകൂടി അപ്ഡേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് നാഷണൽ രജിസ്റ്റർ ഓഫ് ഇന്ത്യൻ സിറ്റിസൻസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഈ നാഷണൽ രജിസ്റ്റർ ഓഫ് ഇന്ത്യൻ സിറ്റിസൻസ് എന്ന് പറയുന്നതായിട്ടുള്ളത് അതായത് ഇന്ത്യൻ സിറ്റിസൻസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരെ സംബന്ധിച്ചുള്ള വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നാഷണൽ സെക്യൂരിറ്റിക്കും ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഐഡന്റിറ്റി വെരിഫിക്കേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വെൽഫെയർ സ്കീംസിന്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു NRIC യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ NRIC എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പ്രകാരം മാൻഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ രാജ്യത്തെ സിറ്റിസൺസിന്റെ ഡാറ്റാസ് കളക്ട് ചെയ്ത് രജിസ്ട്രി സൂക്ഷിക്കണം, അവർക്ക് ഐഡന്റിറ്റി കാർഡുകൾ ഇഷ്യൂ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ റീസെന്റ് ആയിട്ട് പ്രത്യേകിച്ച് പോസ്റ്റ് കാർഗിൽ പീരീഡിൽ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വന്നപ്പോഴാണ് ഈ ഒരു വിഷയം ഏറ്റവും സീരിയസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രവർത്തനം ഈ ഒരു സെൻസസിന്റെ കൂടെ നടത്താനുള്ള സാധ്യതയാണ് വരുന്നത് എന്നുകൂടി ഓർത്തു വെക്കാം. അപ്പൊ എന്താണ് ഈ ഒരു നാഷണൽ രജിസ്റ്റർ ഓഫ് ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ രാജ്യത്തെ ഡെമോഗ്രാഫിക് ഡാറ്റ കളക്ട് ചെയ്യുകയും അത് ഉപയോഗിച്ചുകൊണ്ട് സെൻസസിന്റെ കൂടെ കളക്ട് ചെയ്യുകയും അതുവഴി ബയോമെട്രിക് ഡാറ്റ കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും. ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് റെസിഡൻസിന് അവരുടെ ക്ലെയിംസും ഒബ്ജെക്ഷൻസും ഒക്കെ നൽകാം. നമ്മൾ സിറ്റിസൺ ആണ്, നമ്മൾ സിറ്റിസൺസ് അല്ല എന്നൊക്കെ പറഞ്ഞ ഒബ്ജെക്ഷൻസ് ഒക്കെ നൽകാം. അതിനുശേഷം പബ്ലിക് കൺസൾട്ടേഷൻസ് ഉണ്ടാവും. അതിനുശേഷമാണ് സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ് കൺഫേം ചെയ്യുന്നത്, ഫൈനൽ NIRC പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പൊ എന്താ ഈ ഒരു NIRC ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശം? ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇന്ത്യൻ പൗരൻസിന്റെ ലിസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ പൗരനാണോ അല്ല വിദേശത്ത് നിന്ന് വന്ന ആളാണോ, ലീഗലായിട്ട് വന്ന ആളാണോ ഇല്ലീഗലായിട്ട് വന്ന ആളാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. ഐഡന്റിറ്റി ഫ്രോഡ് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി പറ്റും. വെൽഫെയർ പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് സിറ്റിസൻസിന് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം. എല്ലാ സിറ്റിസൻസിന് മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ള സിറ്റിസൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ആക്ച്വലി ഇതിന്റെ ഉദ്ദേശം ഒരു വ്യക്തി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺ ആണോ അല്ല ഇന്ത്യൻ സിറ്റിസൺ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ബംഗ്ലാദേശിൽ ഇഷ്യൂസ് നടക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ ബംഗ്ലാദേശിൽ ഇഷ്യൂസ് നടക്കുമ്പോൾ ബംഗ്ലാദേശിൽ ഒരുപാട് ആൾക്കാർ ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.